നമസ്കാരം. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്, കാക്കനാടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജോലിക്ക് കയറിയിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ചയായി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു എറണാകുളത്ത് ജോബ് നോക്കണം എന്നുള്ളത്. എല്ലാവരും പറയും എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാം, അങ്ങനെയൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നതനുസരിച്ചിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വളരെ സാലറി കുറവാണ്. നമ്മുടെ നാട്ടിൽ ഒരു ജോലി ചെയ്തിട്ട് കിട്ടുന്ന സാലറിയേക്കാൾ ഇരട്ടി നമുക്ക് ഇനിയുള്ള ഏരിയകളിൽ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മെയിൻ റീസൺ ഇവിടേക്ക് ജോബ് നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ വ്ളോഗും ചെയ്യുന്നത്. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ്, ജോലിക്ക് ഇടയിലൊക്കെയാണ് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം കുറേ അധികം കണ്ടന്റ് ഇപ്പോൾ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ കുറേ അധികം തൃശ്ശൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി വെറൈറ്റി കണ്ടൻസൊക്കെ ചെയ്യാം, കുറേ സ്ഥലങ്ങൾ പോയി കാണാം എന്നൊക്കെ പ്ലാനിങ്ങൊക്കെ ഉണ്ട്. എറണാകുളത്തെ ജോബ് നോക്കുകയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഹോസ്റ്റൽ, PG അതൊക്കെയാണ് നമ്മൾ താമസിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള PGകൾ കുറേ ഉണ്ട്. അത്യാവശ്യം റേറ്റ് കുറവുള്ളതും നല്ല റേറ്റ് കൂടുതലുള്ള PGകളും ഹോസ്റ്റൽസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് PGs ആണ്. പിന്നെ ഹോസ്റ്റലൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഒരു റൂമിൽ തന്നെ ഒരുപാട് പേരൊക്കെ ആയിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക്. അപ്പം ഞാൻ PG ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ PG ഒരു കാക്കനാടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ കാക്കനാട് തന്നെയാണ് PG എനിക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല റേറ്റ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ PGയും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അപ്പം ഇന്ന് നാളെ സൺഡേ, അപ്പം നാളെ ലീവാണ്. ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോകണം. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അവിടെ ജോലിക്ക് കയറിയിട്ട് അവിടെ നിന്ന് നേരെ വൈകിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ഈ PGയിൽ ഇതൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ പറയുക, പിന്നെ ഇവിടുത്തെ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഇത് പടമുകൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാക്കനാട് നിന്ന് അത്ര ദൂരമൊന്നുമില്ല. നമ്മൾ ഈ സെറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ചൊന്നും നടക്കാനാണ്, കുറച്ച് ഉള്ളേരിയ ആണ്. അങ്ങനെ ഉള്ളേരിയ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ റേറ്റ് വളരെ കുറവാണ്. അപ്പം എൻ്റെ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ശരിക്കും ഇതൊരു വീടാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുകളിൽ 3 റൂമായിട്ട് ആണ് PG അവർ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഈ ഒരു റൂമിൽ 2 ഷെയർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ അവൾ ഇന്ന് സാറ്റർഡേയും സൺഡേ അവൾ ലീവാണ്. അവൾ ഓൾറെഡി രാവിലെ തന്നെ പോയി. അപ്പോൾ അവൾ ശരിക്കും അവളുടെ നാട് കുന്നകളാണ് കേട്ടോ. അപ്പോൾ സംസാരിച്ച് കുന്നകൾ ഞങ്ങളുടെ ഒരു അടുത്തടുത്ത നാട്ടുകാരാണ്. അപ്പം 2 ഷെയർ ആണ്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമുക്ക് അത്ര വലിയ എന്താ പറയുക, ടൈമിങ്ങിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നടക്കാനുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഓൾറെഡി ഇപ്പോൾ എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ അവളുടെ വണ്ടി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, 2 വീലർ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് പോയി വരാം. അപ്പോൾ എന്തായാലും ഇപ്പോഴും ഞാൻ 2 വീലർ കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട്. കാരണം വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ടൈം ആകുമ്പം ബെറ്റർ ഒരു വണ്ടി വേണം എന്നുള്ളതാണ്. ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ ഓടിച്ചിട്ട് ഇതൊക്കെയൊന്നും ജസ്റ്റ് PG എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണ് റൂം. ഇത് പുതിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങൊക്കെ പുതിയതാണ് കേട്ടോ. അപ്പം നമുക്ക് പഴയ കെട്ടിട സംഭവങ്ങളൊന്നുമല്ല. ഇവിടെ നമുക്കൊരു കബോർഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ഈ ഒരു ഭാഗത്ത് അവളുടെ ഡ്രസ്സും ഇതിൽ എൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഡ്രസ്സും കാര്യങ്ങളും ബാഗൊക്കെ അതിലുണ്ട്. പിന്നെ ഇതിലൊക്കെ അവളുടെ സാധനങ്ങളാണ്. ഒരാൾ ലീവിന് പോയിക്കുകയാണ്. അപ്പോൾ അവളുടെ സാധനങ്ങളൊക്കെയാണ്. ഇത് അവളുടെ ബെഡാണ് കേട്ടോ. പിന്നെ ഇവിടെ എൻ്റെ ബെഡ് ഇതിൽ ഞാൻ ഇന്ന് പോവാണ് വീട്ടിലേക്ക്. അപ്പം ഇതിൽ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഇതെൻ്റെ ബെഡാണ്. പിന്നെ നമുക്കിവിടെ ഒരു ജനാലുണ്ട്. അപ്പുറത്ത് വീടൊക്കെയാണ് കേട്ടോ. അപ്പുറത്തൊക്കെ വീടുകളുണ്ട്. പിന്നെ ഇതിൽ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വയ്ക്കും. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞു PG ഇവിടെ വിത്തൗട്ട് ഫുഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചൺ ഏരിയ ഉണ്ട്. കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഹോൾ ഏരിയ ഉണ്ട് കേട്ടോ. ഇതിനപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് നമുക്ക് ഫുഡ് വേണമെങ്കിൽ വെക്കാം. ഗ്യാസും അതിന് സെപ്പറേറ്റ് ചാർജൊന്നുമില്ല. ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യമുള്ള പൊടികളും മസാലകളൊക്കെ ഡപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളുണ്ട്. പിന്നെ ഇതിൽ നമ്മളുടെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അത്രയും കംഫർട്ടബിളാണ് കേട്ടോ. വലിയ തിക്കും തിരക്കൊന്നുമില്ല.
സുഖമാണ്. 2 പേരുള്ളൂ. അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഒരു റൂം തന്നെയാണ് കേട്ടോ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ബാത്റൂമൊക്കെ. അപ്പോൾ അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ലോക്ക് എനിക്ക് കുറച്ച് ഇതാണ്, ചില നേരത്ത് ഇതാവില്ല ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ. അപ്പോൾ ഇതാണ് റൂം. അപ്പം ഈ ഒരു PG 3 റൂമാണ്. അവരുടെ വീടിൻ്റെ മുകളിൽ 3 റൂമാണ് കേട്ടുള്ളത്. അപ്പം മറ്റുള്ളവർക്ക് എങ്ങനെ റേറ്റ് ഒന്നും അറിയത്തില്ല. എനിക്കെന്ന് പറഞ്ഞാൽ 2700 ഒരു മാസം നമുക്ക് ചാർജ് വരുന്നത്. ആ 2700 പറയുമ്പോൾ വിത്തൗട്ട് ഫുഡാണ്. പക്ഷേ ചിലടത്ത് വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ 5000 അതിന് എബോവൊക്കെ ആയിരിക്കും റേറ്റ് വരുന്നത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി റേറ്റ് കുറവാണ്, കുറച്ചുകൂടി അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ 2700 എന്ന് പറഞ്ഞാൽ വളരെ സുഖമാണ്. പിന്നെ നമുക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പം ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ ഫുഡൊന്നും പലർക്കും പറ്റില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം. അപ്പം ഞാൻ രാവിലെയൊക്കെ ഞാൻ ഫുഡൊക്കെ വെക്കും, വൈകിട്ടായാലും ഞാൻ ചോറൊക്കെ വെക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്കിപ്പോൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുവെച്ചെങ്കിൽ സുഖമാണ്, നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള എക്സ്ട്രാ ചാർജ് ഗ്യാസിൻ്റെ, ഇപ്പോൾ ചിലയിടത്ത് ഗ്യാസിനൊക്കെ ആണെന്നുവെച്ചെങ്കിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ എക്സ്ട്രാ ചാർജ് വേറെ ഇടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കൂടുതൽ OLXലൊക്കെ നോക്കുക. ഞാൻ അങ്ങനെയാണ്, OLX നോക്കിയിട്ടാണ് എനിക്ക് ഈ ഒരു PG കിട്ടിയത്. അപ്പം നിങ്ങൾ പുതിയതായിട്ട് എറണാകുളത്തൊക്കെ ജോലി നോക്കുന്നവരാണെങ്കിൽ OLXലൊക്കെ നോക്കുക. റേറ്റ് കുറവിലൊക്കെ ഇതുപോലെ ഒരുപാട് വീടുകളിലായിട്ട് തന്നെ പലരും PG ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ റേറ്റിൽ നോക്കുകയെന്ന് വെച്ചെങ്കിൽ സിറ്റി ഏരിയയിലേക്കാണെന്ന് വെച്ചെങ്കിൽ ഭയങ്കര കൂടുതൽ റേറ്റ് ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി റേറ്റ് കുറവിലാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലുള്ള ഒരു ഉള്ളേരിയയിലേക്കൊക്കെയാണ് കൂടുതൽ റേറ്റ് കുറവുണ്ടാകുക. പിന്നെ നമുക്ക് 2 വീലർ ഉണ്ടെങ്കിൽ സുഖമാണ് പോയി വരാനായിട്ട്. അല്ലെങ്കിൽ കുറച്ച് നടക്കാൻ, എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് 10 മിനിറ്റിനുള്ളിൽ നടക്കാനുള്ള ദൂരമുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഡെയിലി എക്സസൈസ് ആവും. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാലറിയേക്കാൾ കുറച്ചധികം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ കുറേ കാര്യങ്ങൾ അവർക്ക് താമസിക്കുകയും വേണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ആളുകളൊക്കെ കൂടുതലും അവരുടെ വീടിൻ്റെ മുകളിലായിട്ട് PG കൊടുക്കുന്ന ആളുകളാണ്. അവർക്കൊരു വരുമാന മാർഗ്ഗമാണ് അത്. അപ്പം ഇതുപോലുള്ള PGകൾ നോക്കുക. കുറച്ച് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയൊക്കെ ആയിട്ട് വരാൻ പറ്റുമെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഉള്ളേരിയയിലൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറവിൽ PG നമുക്ക് കിട്ടും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ PG വിശേഷങ്ങൾ, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഞാൻ സത്യം പറഞ്ഞാൽ മുടിയൊന്നും കെട്ടിയില്ല, ഇതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ്. ഇത് കെട്ടാനൊന്നും അറിയില്ല, കെട്ടാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും കൂടുതൽ വീഡിയോസൊക്കെ എന്തായാലും ഞാൻ ചെയ്യണം.